നമസ്കാരം സുഹൃത്തുക്കളെ, അച്ഛനമ്മ പെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചു കുട്ടികളെ, വലിയ ആൾക്കാരെ, ഞാനിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ടോട്ടലി 3 വ്ളോഗ് എടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ തിരുനെൽവേലിയിൽ പോണ 3 വ്ളോഗ് എടുത്തു. 3 ഇട്ടിട്ടില്ല, 3 വീഡിയോയും പോയി. ഇതെങ്കിലും ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തിരുനെൽവേലിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ പോണതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ സ്ഥിരം പോകുന്നതാണ്. അതായത് ഉപാസിൻ്റെ ഉമ്മയെ കണ്ണ് കാണിക്കാനായിട്ട് പോണതാണ്. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, വരുന്നു. അപ്പോൾ പോണ ഇടയിൽ ഞങ്ങൾ കുറച്ച് യാത്ര എക്സ്പീരിയൻസും പിന്നെ തിരുനെൽവേലിയിലെ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനും പിന്നെ ഞങ്ങളുടെ കുറേ വേലത്തെ ഒരുത്തിനോടുണ്ട്. അവൻ ഇട സൈഡ് ഒരു ഓക്കെ ഉമ്മ ഉറങ്ങി. അപ്പം ഞങ്ങൾ അതെല്ലാം കാണിക്കുന്നതാണ്. ഇപ്പം ഇതൊക്കെ ആക്ച്വലി ഇപ്പോൾ ട്രിവാൻഡ്രം ബോർഡർ, നമ്മൾ തമിഴ്നാട് ബോർഡർ കയറാറായി. എന്താണ് ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഉറക്കത്തിൻ്റെ ലക്ഷണമൊക്കെ ഒന്ന് മാറി, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകൾ വരുന്ന പോലെ കാണിക്കുന്നതാണല്ലേ. ഇപ്പം മാസ്ക് ഇട്ടിരിക്കുന്നത്, മാസ്ക് മാറ്റി കൊടുക്കും, മുഖം കാണേണ്ട ആൾക്കാർ. ഓക്കെ തിരക്കില്ലാത്ത ശാന്തമായ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഡ്രൈവർ ഉബാസ് കുറെ നേരം കൊണ്ട് ഓടിക്കും, ഇതുവരെ എത്തുന്നില്ല. ക്ലിയർ ഇല്ലാത്ത ഗൈസ്, നിങ്ങളെ എല്ലാം നമ്മൾ ഇനി പുറകോട്ട് കാണിച്ചു തരാം. എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാം ഒരു നൂലിട വിടാണ്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വെൽക്കം ടു തമിഴ്നാട് ഗായ്സ്, വെൽക്കം ടു തമിഴ്നാട്. ഇവിടെ അമ്മമാര് ക്രിക്കറ്റ് കളിക്കുന്നത്, സ്കേറ്റ് ചെയ്യുന്നത്. അയ്യോ, അത് ഇങ്ങനെയാണ് ബ്രോ, ഇങ്ങനെയാണ് നമ്മള് പോണ. മറന്നാ നീ സ്ഥിരം വന്നു. ക്ലോസ് ഒന്നും ആയില്ല. ഇതിപ്പോ ഇവിടെ ഇതായി പോയി. ഇങ്ങനെയാണ് കേറുന്ന. അവരവിടെ ക്രിക്കറ്റ് കളിക്കുന്നില്ലടാ. അവിടെ റോഡ് ക്ലോസ് ആയതുകൊണ്ട് എന്തും കാണിക്കല്ലോ മാർക്ക്. ആക്ച്വലി ഗൈസ് ഇപ്പോഴും വെൽക്കം തമിഴ്നാട്. ഇവിടെ ഫുൾ ഈ ഏരിയ ഫുള്ള് ബാക്ക് ക്യാമറ എടുക്കട്ടെ. ഇപ്പോഴും തമിഴ്നാട് വെൽക്കം ടു തമിഴ്നാട് എന്ന് വെച്ചാൽ ഇതൊക്കെ കേരള പീപ്പിൾസ് ആണ് ഫുള്ള് ഇവിടെ, അല്ലേ? ഒരുവിധം കേരള പീപ്പിൾസ് ആണ്. ഇടത്തോട്ട് പോയാൽ പോവാറ് കേരള പീപ്പിൾസ് ആണ്. അപ്പം പക്ഷെ ഒരു ബോർഡർ കഴിഞ്ഞ് ഒരു വിധം ആകുമ്പോഴത്തേക്ക് ആൾക്കാരുടെ രീതി, നടത്തം, പെരുമാറ്റമൊക്കെ അങ്ങ് മാറും ഗൈസ്. പെട്ടെന്ന് എന്താണോ പെട്ടെന്നൊരു ചേഞ്ച് വരും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 8:26. നമ്മൾ ഏകദേശം പകുതിയായില്ല അല്ലേ? പകുതി എത്ര കിലോമീറ്റർ ആയാ? ഒരു 86 കിലോമീറ്റർ ഉണ്ട് തിരുനെൽവേലിയിലേക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടത്തെ വെയിൽ അത്ര സീനില്ലാത്ത വെയിലല്ലേ? പക്ഷെ നമ്മളെ കേരളത്തിലാണെന്ന് രാവിലെ കണ്ടാണോ വെയിൽ സീൻ ഉണ്ടാത്ത? പൊതുവെ നീ കോയമ്പത്തൂരിലെ പഠിക്കുന്ന, വെയിൽ എങ്ങനെ ഉണ്ട് അവിടത്തെ? കരിയോ? അത്ര സീൻ നല്ല കട്ടി. നമ്മളെ ഇവിടത്തെ കാലം നല്ല വെയിലുണ്ടോ? ഇവിടത്തെ കാലം വെയിലുണ്ടോ? ഇവിടത്തെ കാലം വെയിലുണ്ടോ? എന്നാലും എനിക്കിപ്പോ അടിച്ചിട്ട് എനിക്ക് നമ്മളെ നാട്ടിലെ വെയിലിന്റെ അത്ര ഫീല് വരുന്നില്ല. അത് നമുക്ക് നോക്കാം. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. ഞാൻ ബാക്ക് ക്യാമറയില നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലേ, ഇവിടെ മലയാണല്ലേ ഫുള്ള്, അല്ലേ? അയ്യോ, ഇതെന്താ 1x കിടക്കുന്നത്? 5x 0.5. അപ്പൊ ഗൈസ് നമ്മളിപ്പോഴും എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെയാണ് മാപ്പിൽ കാണിക്കുന്ന? വീണ്ടും ഡ്രൈവർ ഉബാസിനോടൊപ്പം. കേരയുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഇവിടെയും കേര മാത്രം. പാട്ടെന്താ? പാട്ടിട്ട് കോപ്പിറൈറ്റ് കിട്ടിയാലിയാ കിട്ടുമല്ലേ? പാട്ട് ഇത് ഇമാര് അലന്ന സ്വഭാവമാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ എന്റെ ചാനലടിച്ചു പോകണമെന്ന്. അയ്യോ, പറയാനൊക്കെ ഒരുപാടുണ്ട് കാര്യം. പിന്നെ ഒരുപാട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കാൻ വയ്യാത്തതാണ് ഒരുപാട് പറയാത്തത്, അല്ലേ? പിന്നെ അവിടെ എത്തിയിട്ട് കാണിക്കാനേ കുറെ കാര്യങ്ങളുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്കും ഒരു വീഡിയോ, അടിപൊളി വീഡിയോ ആയിരുന്നു. ഇത് മല. പക്ഷെ ആ വീഡിയോ പോയതാണ് നഷ്ടമായി പോയത്. അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മളന്ന് ഞാൻ, ആഷിർ, ഉബാസ്, ഫയാസ്, ഞങ്ങളെ കുറച്ച്. ഇന്ന് ആൾക്കാരും കുറവാണ്. പിന്നെ ഗൈസ് നമ്മളന്ന് കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തായിരുന്നു. നല്ല ഫുഡായിരുന്നു. തിരുനെൽവേലിയിൽ നിന്ന് ഒരു ബിരിയാണി, മട്ടനല്ല ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ്റെ ഫ്രൈ അല്ലടാ, മട്ടൻ ഫ്രൈ ഒക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഇത്തവണ നമ്മൾ അടിപൊളിയായിരുന്നു. പക്ഷേ റേറ്റും കൂടുതലാണ്, ക്വാണ്ടിറ്റി. ആ കടയുടെ പേര് ടോപ്പ് കടയാണ്, അത്യാവശ്യം പേരുള്ള കടയാണ്. മറന്നു വെച്ച കടയുടെ പേര്. അപ്പൊ ഇത്തവണ നമ്മൾ വേറൊരു സ്ഥലത്ത് ട്രൈ ചെയ്യാൻ പോവാണ്, വേറെ ഫുഡ്. അത് നമ്മൾ കാണിക്കാം.
കോയമ്പത്തൂർ അമന്റെ കൂട്ടുകാരൻ. കോയമ്പത്തൂർ അമൻ, മിസ്റ്റർ അമൻ. ഇത് നമ്മളെ അനിയൻ പയ്യനാണ്. ഇവന്റെ സുഹൃത്തുക്കൾ, ഇവൻ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. അവന്റെ സുഹൃത്തുക്കൾ തിരുനെൽവേലിയിലുണ്ട്. അവർ വഴി നമ്മൾ ഇന്ന് നല്ല കടയിൽ പോയി നല്ല ഫുഡ് ട്രൈ ചെയ്യും. ഫുഡ് മെയിനായിട്ട് എവിടെ ചെന്ന് ഏത് സ്ഥലത്ത് ചെല്ലുന്നോ അവിടുത്തെ ഫുഡ് കഴിക്കണം. സത്യം പറഞ്ഞാൽ അതിലാണ് കാര്യം. ഏത് സ്ഥലത്ത് വേണോ അവിടുത്തെ മെയിൻ എന്താണോ ആ ഫുഡ് കഴിക്കണം. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനാണ്. നമ്മളൊന്നുമില്ല ഇത്ര തന്നെ. നമ്മള് കാഴ്ചകൾ കാണിക്കാം. വിൻഡ് മില്ല്, പക്ഷെ ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ വന്നിട്ട് കാണിക്കാതിരിക്കുന്ന മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ഭയങ്കര ഇതിങ്ങനെയല്ലേ പുറകിന്ന് കാണിക്കാം. ആ റോഡ് എത്തിയില്ലടാ പാസ് ചെയ്യാൻ പറ്റുക. വിൻഡ് മില്ല്, ഇതിൽ നിന്നാണ് തമിഴ്നാട് കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അയ്യോ, എയർലാവും എന്തോ. അതോ നമ്മള് എത്തിക്കൊണ്ടിരിക്കുന്നു, എത്താറാവുന്നു. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയമാ? 64 കിലോമീറ്റർ ആവുമ്പോ അണ്ണാ എടുത്ത് വയ്ക്കല്ലേ. 64 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പക്ഷെ ഇനിയുള്ള വഴിയെല്ലാം അടിപൊളി വഴിയാണ്. ഇനി സീനില്ല. തിരുനെൽവേലി ആ ജംഗ്ഷൻ എത്തുന്ന വരെ നല്ല റോഡാണ്. ഇനി എല്ലാം പക്ക റോഡാണ്. നമുക്ക് സ്മൂത്തായിട്ട് അങ്ങ് പോകാം. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. ഹോസ്പിറ്റൽ മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങള് വരുന്ന വഴിയിൽ ഇത് ആ വ്ളോഗ് എടുക്കാനുള്ള മൈൻഡ് അങ്ങ് പോയി അല്ലേ. ഞങ്ങൾ വരുന്ന വഴിയിൽ ഗൈസ് ഒരു പട്ടി എടുത്ത് നമ്മൾ വിചാരിച്ചില്ല, പെട്ടെന്ന് ആ ഹൈവേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടി എടുത്ത് ഇങ്ങനെ ചാടി. പട്ടിയുടെ ചാടിയപ്പോഴത്തേക്കും വണ്ടി ഓടിച്ചിരുന്നത് എൻ്റെ കൂട്ടുകാരെ ഉപാസമായിരുന്നു. അപ്പം വണ്ടി അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് വലത്തോട്ട് വെട്ടി മാറി ഡിവൈഡറിൽ കയറി ഇങ്ങനെ ഉരഞ്ഞ് എന്നുവെച്ചാൽ അതെന്തോ ഭാഗ്യത്തിന് വണ്ടി മറിഞ്ഞില്ല. അതിനുശേഷം മൈൻഡ് ഫുള്ള് കംപ്ലീറ്റ്ലി ഔട്ടായിപ്പോയി. വേറെ ഒന്നുമില്ല, അത് വലിയൊരു ആക്സിഡൻ്റ് ആവുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നത് ഞങ്ങളാരും ഇപ്പം ഇങ്ങനെ വീഡിയോ ഇല്ല. എന്നുവെച്ചാൽ അതിനുശേഷം ഭയങ്കര ഒരു സീനായിപ്പോയി. നമ്മൾ പിന്നെ കുറേ നേരം കാറ് നിർത്തിയിട്ടിരുന്ന്. എന്നുവെച്ചാൽ ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ വ്ളോഗായിരിക്കും ഗൈസ്. വ്ളോഗ് എടുത്തപ്പോഴാണ് പ്രശ്നങ്ങൾ മൊത്തം. ഇല്ല, അങ്ങനെയല്ല. വണ്ടിയിൽ പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക. പിന്നെ വേറെ ഞങ്ങൾക്ക് ഇപ്പം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ കുഴപ്പമില്ല. പക്ഷെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയൊക്കെ കാര്യം നോക്കുന്നത്. ഞങ്ങൾ അതാണ് പേടിച്ചു വരുന്നത്. എന്തെങ്കിലും പറ്റി വണ്ടി വല്ലതും തിരികെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ സീനായിപ്പോയനെ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് ഫാമിലി ഉണ്ടെങ്കിൽ പയ്യെ പോവുക. ഞങ്ങൾ വണ്ടി പയ്യെ പോയിരുന്നതുകൊണ്ട് ഞങ്ങളെ പിടിച്ചപ്പോൾ വണ്ടി കിട്ടി. വണ്ടി അല്ലെങ്കിൽ മറിഞ്ഞു പോയനെ. വലിയ ആക്സിഡൻ്റ് ആവേണ്ടതാണ്. അത് ചെറുതായിട്ട് ഒതുങ്ങി അങ്ങ് പോയി. വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ പയ്യെ ട്രാവൽ ചെയ്യുക ഗൈസ്. കാര്യം ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു പാഠമാണ്. സീരിയസ്ലി ഒരു പാഠമാണ്. ഇത് പറഞ്ഞിട്ട് വീണ്ടും 100, 110 ഞങ്ങൾ പോകും. അത് അങ്ങനെ പോലെ ഗൈസ്. അപ്പോൾ സൂക്ഷിച്ച് ട്രാവൽ ചെയ്യുക. ബാക്കി ഇനിയിപ്പം വ്ളോഗ് ചെറുതായിട്ടൊക്കെ എവിടെയും നിർത്തി എടുക്കാം ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തതിൽ കാണിച്ചിരാം. ഗൈസ് ഇപ്പോൾ ഉറങ്ങുന്നുണ്ടാ എന്ന് വെച്ചാൽ ഉറങ്ങി ഉണർന്നിരിക്കല്ല, ഒരു കണ്ണ് തുറന്നാണ് പോ. നിങ്ങൾ വിചാരിക്കാൻ ഉണർന്നിരിക്കല്ല, ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഉണർന്ന. ബാസ് ഊൺ ഓർഡർ ചെയ്തു, ഉമ്മായ ഊൺ ഓർഡർ ചെയ്തു. നീ എന്താ ഓർഡർ ചെയ്തേ? ചിക്കൻ ഫ്രൈഡ് റൈസ്. തിരിച്ചു പിടിയാടെ തിരി എന്നെ എവിടെ എടുക്കും. നിങ്ങൾ എന്തിനും ഓർഡർ ചെയ്ത്? ഞാൻ ചിക്കൻ 65 ബിരിയാണി. നീ പിന്നെ വേറെ എന്താ പറഞ്ഞ സൈഡായിട്ട്? ചിക്കൻ 65 ബോൺലെസ്സും പിന്നെ ഒരു ചില്ലി ചിക്കൻ ഡ്രൈ. ഗൈസ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ പേര് തന്നെ കേസരിയാ. കേസരി. പിന്നെ ഇയാൾ കോയമ്പത്തൂരുള്ള ആൾ പറഞ്ഞ് കഴിക്കുന്ന അടിച്ചെടുക്കട്ടെ. നീ പറ. കോയമ്പത്തൂരുള്ള ആൾ പറഞ്ഞ് ഫിഷ് ഐറ്റംസ് ഒന്നും പറയരുത്, കുറേ നമ്മൾ അതുകൊണ്ടാണ് ഫിഷ് ഐറ്റംസ്. അത് ഗൈസ് നോട്ട് കേസരി ചെയ്ത ടോപ്പ് സാധനം. എനിക്ക് അത്രേ ഉള്ളൂ. ഉറങ്ങാനുണ്ടല്ലയാ പിന്നെ കഴിക്കുന്ന എക്സ്പ്രഷൻ ആയിട്ട് നോക്കട്ടെ. ഇപ്പോഴാണ് വലിച്ചു വാരി തിന്നുന്നു. വീഡിയോ എല്ലാ ഫോണിലും സപ്പോർട്ടാണ് ബ്രോ. ഇത് യൂട്യൂബിലേക്കുള്ള വീഡിയോ അല്ലേ? എല്ലാം ടേസ്റ്റ് ചെയ്തു. ഞാൻ കേസരി ടേസ്റ്റ് ചെയ്തു. ഇതെന്തുവാ?
ആ ബീട്രൂട്ട്, അവിയൽ, തൈര്, രസം കണ്ടോ? രസം പച്ചവെള്ളം, കേസരി ഞങ്ങൾക്ക് കേസരി. ഉമ്മ കേസരി തിന്നില്ല, ഡയറ്റാണ്, ഷുഗർ ഡയറ്റ്. നീ കഴിച്ചോ? ഉമ്മ കഴിക്കാം. അയ്യോ, ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ് ഉണ്ടാക്കുന്നതാണ് കേസരി? ചോറാ? എന്തിനാണ് ഉണ്ടാക്കുന്ന? നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അണ്ടിപ്പരിപ്പ് എനിക്ക് അറിഞ്ഞോളാം. നിങ്ങൾ എന്നെ പോയി ഊക്കി വിടല്ലേ കഴിച്ചത്, എനിക്ക് അറിഞ്ഞാത്തന്നാണ്. ചിക്കൻ 60 ബിരിയാണി, ചിക്കൻ 60 ബോൺലെസ്. എന്തുവാ നീ പറഞ്ഞ? ചില്ലി ചിക്കൻ ഡ്രൈ. ആ പ്ലേറ്റ് ഇല്ലാതെ ഇവിടെ ഇങ്ങനെയാണ് കഴിക്കുന്നത്. പ്ലേറ്റ് ഇല്ലാതെ വാരി കഴിച്ചോളാം. ഇത് ബോൺലെസ് 65. ഇത് ബോൺലെസ്, ഭയങ്കര ചൂട്, അടിപൊളി നമ്മൾ പറയുന്നു. പക്ഷെ എനിക്ക് മറ്റേ ബോൺലെസ് ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടു. ടോപ്പ് സൂപ്പറാണ്. കുഴവഴാന്നല്ല, ഡ്രൈ ആക്കി നല്ല അടിപൊളിയാക്കി എടുക്കണം. വലിയ ഡ്രൈ അല്ല, അല്ല. ചോറിട്, ഞാൻ കഴിക്കുന്ന കാണിച്ചു കൊടുക്കട്ടു. ചിക്കൻ 65 കുറച്ചിട്ടാൽ മതി. എത്ര ഇട്ടാൽ മതി? യോ, ചിക്കൻ ഫ്രൈ പിച്ച് ചോറും എടുത്ത് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. റൈസൊക്കെ എന്താ കുഴവഴാന്നിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളി. എന്തിന് നീ ഫ്രൈഡ് റൈസ് കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞ? ഫ്രൈഡ് റൈസ് അല്ല, മറ്റേ ചില്ലി. നിനക്ക് നീ അടിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? ചില്ലി ചിക്കൻ ഫ്രൈയും ചിക്കൻ 65 കുഴപ്പമില്ല. ഞാൻ കഴിച്ചത് നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. കൊള്ളായിരുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസ് പോപ്പായി. അത് കഴിച്ചത് വലിയ കാപ്പായ കണക്ക് വാങ്ങിച്ച് കഴിച്ചവനാണ്. പക്ഷേ ചിക്കൻ ചില്ലി ഡ്രൈ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഫുഡ് കഴിച്ചു. ഓവറോൾ റേറ്റിംഗ് 5-ൽ 3.8. പിന്നെ നിന്റെ റേറ്റിംഗ് കിട്ടിയിട്ടല്ലേ ഇവർക്ക് കച്ചവടം നടക്കാൻ. ഒന്ന് പോടാ. എടുക്കാണോ? ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ടാണ് ഗൈസ് ഇത്. പക്ഷേ ഈ പാട്ടിന് സ്ട്രൈക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ വ്ളോഗ് തീരുവാണ്. നമ്മളിത് കുറച്ച് സീനുകൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ വലിയ ഹാപ്പിനെസ് ഇല്ലാത്ത ട്രിപ്പായി. വലിയ പാട്ടാവാകാം. അതിന് ഗൈസ് ഇത്രേ വ്ളോഗുള്ള, വേറെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് മലയും കുന്നും കാടും, വേറെ ഒന്നുമില്ല. ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ അടുത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു. ഓക്കെ.